ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന കുറച്ച് കാര്യമുണ്ട് നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം അല്ലേ. അപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മൈൻഡിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള പാറ്റേണിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായ കാര്യങ്ങൾ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കയറി കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതാണ് നിങ്ങളുടെ മോഡൽ എക്സാമിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ശ്രദ്ധിച്ചോളൂ, വേറെ ഒന്നുമല്ല. പ്രധാനമായിട്ടും നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേണിലുണ്ടായ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണയൊക്കെ എക്സാമിനുണ്ടായിരുന്നു, അതായത് ഈ കഴിഞ്ഞ മോഡൽ എക്സാം ഫെബ്രുവരി 26, അതായത് നിങ്ങൾക്കറിയാം എന്നാണ് നമ്മുടെ ഫെബ്രുവരി 2026 നമ്മുടെ ഫെബ്രുവരി 26 പരീക്ഷ നടന്നത് അല്ലേ. ഫെബ്രുവരി 26 നമ്മുടെ പരീക്ഷ നടന്നത്. ആ സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് 2.5 മണിക്കൂർ പരീക്ഷ ചെയ്യുന്ന കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ടാവും. അതിനൊക്കെ മുൻപായിട്ട് നിങ്ങൾ മിക്കവാറും പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി പോകാറുണ്ടാവും നേരത്തെ. പക്ഷേ 2.5 മണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ് ഇരുന്ന് എഴുതിയ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ആകെ മൊത്തം നമുക്കുണ്ടായിരുന്ന ഒരു 33 ചോദ്യങ്ങളാണ്. 33 ചോദ്യങ്ങളാണ്. അതിൽ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ മുതൽ തുടങ്ങിയിട്ട് നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരെ എത്തുന്ന ലെവലിലായിരുന്നു നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് നമുക്ക് ആകെ പരീക്ഷയ്ക്ക് 80 മാർക്ക് ഉള്ളതാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് 80 മാർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതാണ്. മാക്സിമം സ്കോർ 80 മാർക്കാണ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മൊത്തം സ്കോർ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 104 മാർക്ക് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഓപ്ഷനിലൊക്കെ ഉണ്ട്, ആ ഓപ്ഷൻസൊക്കെ കൂട്ടിയിട്ടാണ് മൊത്തം 104 പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് പരീക്ഷ പേപ്പറിൽ മൊത്തം 33 ചോദ്യങ്ങളുണ്ട്. ആ 33 ചോദ്യങ്ങൾ നിങ്ങൾ ആകെ 104 മാർക്കുള്ളതിൽ 80 മാർക്കിന് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ബാക്കിയുള്ള 24 മാർക്ക് എന്താണ്? അത് വേറെ ഒന്നുമല്ല, നമുക്ക് ഈ പറഞ്ഞ ചോയ്സാണ്, ഓപ്ഷനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം, അല്ലാത്ത നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്ന ലെവലിലാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റാറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് 18 ചോദ്യങ്ങളാണ് വന്നത്. സ്റ്റാറ്റിൽ നിന്ന് 18 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ എക്കോണമി എന്ന് വന്നിട്ടുള്ള എത്രയാണ്? 15 ചോദ്യങ്ങൾ. നമ്മുടെ ഒരു വിചാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു കണക്കൂട്ടൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? എങ്ങനെ 40 മാർക്കിന് സ്റ്റാറ്റ്, 40 മാർക്കിന് ഇന്ത്യൻ എക്കോണമി എന്ന ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ 33 ക്വസ്റ്റ്യനിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 16, 17 ആ ഒരു ലെവലിലെങ്കിലും വരണ്ടേ. പക്ഷേ ഇവിടെ സ്റ്റാറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസും എന്നാൽ ഇന്ത്യൻ എക്കോണമി കുറച്ച് ക്വസ്റ്റ്യൻസാണ് കണ്ടിട്ടുണ്ടായത്. പക്ഷേ മാർക്ക് അങ്ങനെയാണോ? അല്ല. ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോളും. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം 104 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കിൻ്റെ 10 ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 8 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി അല്ലെ. 8 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി. അതുപോലെ 2 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുണ്ടാവും. അത് 10 മാർക്ക് ടോട്ടൽ. പക്ഷേ അതിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ 3 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിലും നിങ്ങൾ 4 എണ്ണം അറ്റൻഡ് ചെയ്യുന്നു. 4 മാർക്കിൻ്റെയും ഇതേപോലെ 4 എണ്ണം മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാത്തിനും ചോയ്സ് ഉണ്ട്, എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് 5 ചോദ്യം ഉണ്ട്, അതിൽ ഏതെങ്കിലും 4 എണ്ണം, 10 ചോദ്യം ഉണ്ട്, ഏതെങ്കിലും 8 എണ്ണം എന്ന രീതിയിലുണ്ടായിരുന്നു അല്ലേ. ഇനി 5 മാർക്കിൻ്റെ ചോദ്യം ഇതുപോലെ തന്നെയായിരുന്നു, ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞ മാർക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മാർക്കാണ് കിട്ടുന്നത്. കാരണം അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, 8 മാർക്കുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതേണ്ടി വരും. പക്ഷേ 3 എണ്ണം തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ ഈ മാർക്ക് കിട്ടും. അപ്പോൾ മൊത്തം നോക്കി നിങ്ങളുടെ 80 മാർക്കാണ് നമുക്ക് മൊത്തം പരീക്ഷ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ പേപ്പറിൽ 80 മാർക്ക് നമ്മൾ എഴുതേണ്ടുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യും? 104 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ചോയ്സ് നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ കാരണം അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 15 ചോദ്യങ്ങൾ മാത്രം ചോദിച്ച ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് മാക്സിമം എത്ര മാർക്ക് അറിയുന്നില്ലേ? 48 മാർക്ക്. ഈ 48 മാർക്ക് പറഞ്ഞാൽ 80-ലല്ല, നമ്മുടെ 104 മാർക്കുള്ളതിൽ ആകെ മാക്സിമം 48 മാർക്കേ ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി 50-ൽ കൂടുതൽ മാർക്ക് എവിടെ നിന്നായിരുന്നു? സ്റ്റാറ്റ് ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. 1 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ആകെ 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് കിട്ടുള്ളൂ. മൊത്തം 10 എണ്ണം ഉണ്ടല്ലോ. ഈ 10 എണ്ണത്തിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മൊത്തം 10 എണ്ണത്തിൽ ഒരു 5 എണ്ണെങ്കിലും വരേണ്ട സ്ഥാനത്ത് ആകെ സ്റ്റാറ്റിക്ക് പകരം ഇന്ത്യൻ എക്കോണമി 4 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. 1 കുറവാണ്. ആ 1 കുറവോടെയായിരുന്നു സ്റ്റാറ്റിൽ നമുക്ക് 6 എണ്ണം ചോദിച്ചു. അപ്പോൾ 10 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ സ്റ്റാറ്റിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് അതാകെ 1 ഉണ്ടായിരുന്നു, ഒറ്റ ക്വസ്റ്റ്യൻ. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മൊത്തം 5 എണ്ണം ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മൊത്തം 5 എണ്ണം ഉള്ളതിൽ അതിലാകെ 1 മാത്രമേ ഇന്ത്യൻ എക്കോണമി ചോദിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ എവിടെ നിന്നാണ്? സ്റ്റാറ്റിൽ നിന്നാണ് ചോദിച്ചത്. സ്റ്റാറ്റിൽ നിന്നാണ് ബാക്കി മുഴുവൻ ചോദിച്ചത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഈ പറഞ്ഞ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 4 എണ്ണം ചോദിച്ചത് സ്റ്റാറ്റിൽ നിന്നാണ്, 1 മാത്രമേ ഇന്ത്യൻ എക്കോണമി ഉള്ളൂ. ഇനി അതേപോലെ
എന്നാൽ നേരെ തിരിച്ച് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നേരെ തിരിച്ചായി കഥ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചായി. അതായത് 4 ക്വസ്റ്റ്യൻ, മൊത്തം 5 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 4 ക്വസ്റ്റ്യനും ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് ചോദിച്ചു. എന്നാൽ നേരെ മറിച്ച് സ്റ്റാറ്റിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റാറ്റിൽ ആകെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഭൂരിഭാഗം ചോദിച്ച ഇന്ത്യൻ എക്കോണമി, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഭൂരിഭാഗം ചോദിച്ച സ്റ്റാറ്റി. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ചാപ്റ്ററിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് നോക്കും. ഇനി ഇതിൽ എസ് എ ക്വസ്റ്റ്യൻ വന്നത് 8 മാർക്കിൻ്റെ 2 എസ് എ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ എക്കോണമി തന്നിട്ടുള്ളത്. എന്നാൽ 8 മാർക്കിന് ഒറ്റ എസ് എ ക്വസ്റ്റ്യൻ, അവിടെ ചോയ്സ് ഇല്ല, അത് നിങ്ങൾ പഠിക്കല്ല, വേറെ നിവർത്തില്ല. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, എക്സ് ബാർ മീഡിയൻ ദെൻ മോഡ്, അഥവാ നമുക്കറിയാം മീൻ മീഡിയൻ മോഡ് കാണുന്ന ക്വസ്റ്റ്യനാണ് എപ്പോഴും എസ് എ ചോദിക്കാറില്ല. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാത്രം, അതിന് ഓപ്ഷൻ ഒന്നുമില്ല, സ്റ്റാറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ പറഞ്ഞ സംഗതി. അപ്പോൾ ഇത്രയും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 2 മാർക്കിൻ്റെ ചോദ്യം കംപ്ലീറ്റ് സ്റ്റാറ്റിക് കൊടുത്തു, അതേപോലെ 3 മാർക്കിൻ്റെ ചോദ്യം കംപ്ലീറ്റ് ഫോക്കസ് ഇന്ത്യൻ എക്കോണമി കൊടുത്തു. എന്നാൽ 4 മാർക്കിൻ്റെ ചോദ്യം നേരെ തിരിച്ചാൽ അതും സ്റ്റാറ്റിക് ഫോക്കസ് കൊടുത്തു, ഇന്ത്യൻ എക്കോണമിക്ക് ഫോക്കസ് കുറച്ചു. അല്ലേ, കണ്ടോ നിങ്ങളോടെ? അതൊക്കെയാണ് പ്രത്യേകത. ആൻഡ് ലാസ്റ്റ് 5 മാർക്കിൻ്റെ ചോദ്യത്തിന് മാത്രമാണ് 3-2, അതായത് ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനും സ്റ്റാറ്റിൽ നിന്ന് 3 എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കാം, 18 മാർക്കിന് ഏകദേശം 56 മാർക്ക്, 100 മാർക്ക് 104 മാർക്കുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 56 മാർക്കോളം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സ്റ്റാറ്റിൽ നിന്നാണ്, അതായത് പകുതിയിൽ കൂടുതൽ. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പരീക്ഷയിൽ 40:40 ഇന്ത്യൻ എക്കോണമി മാത്രം പഠിച്ചാൽ ഡബിൾ പാസ് കിട്ടുമോ? ഇന്ത്യൻ എക്കോണമി മാത്രം പഠിച്ചാൽ പാസ്സാകുമോ? പാസ്സാകാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഡബിൾ പാസ് കിട്ടുമോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ സ്റ്റാറ്റി മാത്രം പഠിച്ചാൽ ഡബിൾ പാസ് കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ഡാറ്റ മാത്രം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരേ സമയം തരാം, ഇന്ത്യൻ എക്കോണമിയും പഠിക്കണം പ്ലസ് സ്റ്റാറ്റിയും കൂടി പഠിക്കണം. ഇല്ലെങ്കിൽ നല്ല പോലെ പണി കിട്ടാൻ പോകും. കാരണം +2ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡബിൾ പാസ് ഉണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ ആ കോൺഫിഡൻസിൽ നിങ്ങൾ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ എന്താ വേണ്ടത്? 48 മാർക്കാണ്. എത്ര എഴുതിയിട്ട് നിങ്ങളൊരു 48 മാർക്ക്, 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ 48 മാർക്ക് എഴുതി വാങ്ങിയ മക്കളെ നിങ്ങൾക്ക് ഡബിൾ പാസ്സാണ്, +2 കൂടി നിങ്ങൾ പാസ്സാവും. നേരെ മറിച്ച് ആ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെന്താണ് +2 കുറച്ചുകൂടി കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഞാനത് പറഞ്ഞൊന്നും വേറെ ഒന്നുമല്ല, ഇന്ത്യൻ എക്കോണമിക്കും സ്റ്റാറ്റിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം ഇന്ത്യൻ എക്കോണമി മാത്രം ചോദിക്കില്ല, സ്റ്റാറ്റി മാത്രം ചോദിക്കില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എങ്ങനെയാണ് അല്ലേ, 2 മാർക്കിൻ്റെ ചോദ്യം കംപ്ലീറ്റ് സ്റ്റാറ്റി ചോദിച്ചു, ഭൂരിഭാഗം ഒരു 80% നമുക്ക് എന്ത് ചെയ്തു? സ്റ്റാറ്റി ചോദിച്ചു. അതുപോലെ 3 മാർക്കിൻ്റെ ചോദ്യം ഒരു 80%, 3/4 ഭാഗത്തോളം എന്ത് ചെയ്തു? ഇന്ത്യൻ എക്കോണമി ചോദിച്ചു. 4 മാർക്കിൻ്റെ ചോദ്യം 3/4 ഭാഗത്തോളം സ്റ്റാറ്റി ചോദിച്ചു. അങ്ങനെ മാറിയാണ് ചോദിച്ചത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിന് വരിക എന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിക്കരുത്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇതൊരു ഭാഗ്യപരീക്ഷണം മാത്രമാണ്. എന്താ ഭാഗ്യപരീക്ഷണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരു റിസ്ക് എടുക്കാൻ ചെയ്യുന്നത്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ച പാറ്റേൺ നോക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഭൂരിഭാഗം സ്റ്റാറ്റിയാണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. അതിന് പകരം നമുക്ക് ഇനിയുള്ള പരീക്ഷയ്ക്ക് ഇന്ത്യൻ എക്കോണമിയാണ് ചോദിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ കംപ്ലീറ്റ് പ്ലാനിങ് മാറിപ്പോകും. അപ്പോൾ ഈ ഒരു ഭാഗ്യപരീക്ഷണം നിങ്ങൾ തയ്യാറാകരുത്. ആ ഭാഗ്യപരീക്ഷണം നിങ്ങൾ തയ്യാറാവാനേ പാടില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, നിങ്ങൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ എക്കോണമിക്കും സ്റ്റാറ്റിക്കും ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് എന്തായിരിക്കും യൂട്യൂബിൽ ഈ പറഞ്ഞിരിക്കുന്ന ലൈവ് സെഷനുകൾ ഉണ്ടാവും, നമ്മുടെ ലൈവ് സെഷനുകൾ ഉണ്ടാവും. ആ ലൈവ് സെഷൻ ഒന്നുപോലും മുടക്കാതെ അറ്റൻഡ് ചെയ്യുക. അത് അവസാനത്തെ മാരത്തൺ ലൈവ് കണ്ടുവന്നിട്ട് സാറേ ഇതൊന്നും നേരത്തെ ഇട്ടുകൂടായിരുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോട് കൂടി പറയാനുള്ള കാര്യമാണ്, നമ്മുടെ ലൈവ് സെഷൻ തലേന്നുള്ള മാരത്തൺ മാത്രമല്ല, അതിൻ്റെ മുൻപ് ലൈവ് സെഷൻസ് ഉണ്ട്. അത് വന്ന് മക്കൾ കാണുക, അത് വന്ന് പഠിക്കുക, അതിന് പറയുന്ന കണ്ടൻസ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.